ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു അടിപൊളി മാനാലി ബിരിയാണിയാണ്. മാനാലി ബിരിയാണി എന്ന് പറഞ്ഞാൽ മാനാലിക്കാരൻ്റെ ബിരിയാണി കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്കതിനായിട്ട് 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കിയ ശേഷം അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ആട്ടോ ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയൊരു പുളിപ്പിനും നല്ലൊരു ടേസ്റ്റി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നാരങ്ങാനീര് ചേർത്തിട്ടുണ്ട്, ഒരു 1/2 ടീസ്പൂൺ അളവിൽ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് മസാലയിൽ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്ത ശേഷം ഒരു അരമണിക്കൂറെങ്കിലും കുറഞ്ഞത് നമ്മളിത് മാറ്റി വെക്കണം. എന്നാലാണ് മസാലയൊക്കെ എല്ലായിടത്തും നന്നായിട്ട് പിടിക്കത്തുള്ളൂ. അപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ജസ്റ്റ് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്തിട്ട് ജസ്റ്റ് 1 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കതിലേക്ക് നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വച്ച പാത്രത്തിലേക്ക് ഒരു 3/4 കപ്പ് വെള്ളം ആഡ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് അടച്ച് വെച്ചൊരു 10 മിനിറ്റ് നേരത്തേക്ക് വേവിച്ചെടുക്കാം. ഒത്തിരി നേരം വേവിക്കല്ല കേട്ടോ, ഉടഞ്ഞു പോകും. 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാട്ടോ ഇതിൻ്റെ അവസ്ഥ. ഇനി നമുക്ക് ഈ വെള്ളം, ഇതിൻ്റെ ഗ്രേവി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇത് നമ്മൾ പിന്നീടാട്ടോ ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് തന്നെ ഈ ചിക്കനിലേക്ക് തന്നെ ഞാനൊരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ചേർക്കാം. ഇത് ഫ്രൈ ചെയ്തെടുക്കാനാട്ടോ, ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റി ആയിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് 2 സൈഡും മറിച്ചും തിരിച്ചുവിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 3/4 വേവായാൽ മതി കേട്ടോ. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ ചിക്കൻ പൊരിച്ച എണ്ണയിലേക്ക് തന്നെ കുറച്ചധികം കരിയാപ്പില ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കുറച്ച് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഒരു 3 സവോള ഇട്ട് കൊടുക്കാം. ഞാൻ മീഡിയം സൈസ് സവോള ആട്ടോ ഇട്ടത്. നിങ്ങളുടെ ചെറിയ സവോളയാണെങ്കിൽ ഒരു 4 സവോളയെങ്കിലും വേണ്ടി വരും. അപ്പോൾ ഇനി നമുക്ക് ഈ സവോളയൊക്കെ വഴണ്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് വഴണ്ടി വരണം. ഈ സവോളയൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടണം. അപ്പോൾ ഞാനാണെങ്കിൽ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തു. ഇതിപ്പോൾ വഴണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇതിലേക്ക് 2 തക്കാളി, ഒരു മീഡിയം സൈസ് തക്കാളി 2 എണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ആട്ടോ, ഒരു ചെറിയ പച്ചമുളകാണ് ചേർത്തത്. കാരണം ഇതിലേക്ക് നമ്മൾ കുറേ മുളക് പൊടിയൊക്കെ ചേർത്തായിരുന്നു, ഇനിയും ചേർക്കും. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ പോകുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇത് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് അടച്ച് വയ്ക്കാം. നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടാനാട്ടോ. ഇപ്പോൾ നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം, മതി, നന്നായിട്ട് മിക്സ് ചെയ്യണ്ട. ഇനി നമുക്കിതിലേക്ക് ഒരു 1 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കാശ്മീരി ചില്ലി ആണെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂണെങ്കിലും ചേർക്കണം. ഇനി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം. മസാലയൊക്കെ നന്നായിട്ട് സവോളയിലെല്ലാം പിടിക്കുന്നവരെ നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചിക്കൻ്റെ ഗ്രേവി മാറ്റി വെച്ചില്ലേ, അത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് വെള്ളവും കൂടി ആ പാത്രത്തിൽ മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരമുറി നാരങ്ങാനീരും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ച ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നമുക്ക് ഒന്നുകൂടി നന്നായിട്ട് ഈ മസാലയൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്തുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് 1 മിനിറ്റ് നേരത്തേക്ക് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ അളവിൽ 1.5 ടീസ്പൂൺ കേട്ടോ, 1.5 ടീസ്പൂൺ അളവിൽ ഗരം മസാല കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഗരം മസാല ചേർത്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇതിൽ പുതിനയില ഇടില്ല കേട്ടോ, മാനാലി ബിരിയാണിക്ക് പുതിനയില ഇടില്ല. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് നെയ്യ് ഇഷ്ടമല്ലെങ്കിൽ ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ നെയ്യ് ചേർക്കുമ്പം ഈ ഗ്രേവിക്ക് നല്ലൊരു പ്രത്യേക രുചിയാട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഗ്രേവി സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്ക് ചോറ് വയ്ക്കാം. ചോറ് വയ്ക്കാനായിട്ട് ഞാനിവിടെ 3 കപ്പ് അരി
അരമണിക്കൂർ നേരം കുതിർത്തി വെച്ചതാട്ടോ. അപ്പോൾ നമ്മൾ ബിരിയാണി വേവിക്കാനായിട്ട് ഈ പാത്രം തന്നെയായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതിൽ ചിക്കൻ ഗ്രേവി ഉണ്ടാക്കിയത് ഞാനൊരു വേറെ ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ഈ പാത്രം നന്നായിട്ട് കഴുകിയ ശേഷം നമുക്കിതിലേക്ക് 4 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുക്കാനാട്ടോ നെയ്യ് ചേർത്ത് കൊടുത്തത്. ശരിക്കും പറഞ്ഞാൽ മാനാലി ബിരിയാണിക്കകത്ത് അണ്ടിപ്പരിപ്പും മുന്തിരി എടുത്തില്ല, വെറുതെ സവോള മാത്രം വറുത്താണ് ഇടുകയുള്ളൂ. ഞാനിവിടെ ഇച്ചിരി ഭംഗിക്ക് വേണ്ടി മാത്രം കേട്ടോ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുത്തത്. ഇനി നമുക്ക് സവോള വറുത്തെടുക്കണം. അതിനായിട്ട് ഈ നെയ്യിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു വലിയ സവോളയുടെ പകുതി ആട്ടോ. അത് നമുക്ക് നന്നായിട്ട് തന്നെ നല്ലൊരു ഗോൾഡൻ ഷെയ്ഡാവുന്ന വരെ വറുത്തെടുക്കാം. ഇത് ഇത്രയും കളറായാൽ മതി കേട്ടോ. ഇനി ഇത് ഇരുന്ന് മുറിയിക്കോളും. അപ്പോൾ ഇത് നമുക്ക് പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇനി നമുക്ക് നമ്മുടെ ബിരിയാണി വെക്കാം. അതിനായിട്ട് ഈ എണ്ണയിലേക്ക് കുറച്ച് പട്ട ഇട്ട് കൊടുക്കാം, 2 തൃക്കോലം ഇട്ട് കൊടുക്കാം, പിന്നെ കുറച്ച് ഗ്രാമ്പൂ, 2-3 ഏലക്ക ഇട്ടിട്ട് നമുക്കിത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ 3 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്കിപ്പോൾ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ ചേർക്കണ്ട കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് അളവിൽ വെള്ളം എന്ന രീതിയിൽ ഞാനിവിടെ ചേർത്ത് കൊടുത്തത് 4.5 കപ്പ് വെള്ളമാണ്. വെള്ളം ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിത് അടച്ച് വെക്കാം. ഇത് നന്നായിട്ട് വെട്ടിത്തിളക്കട്ടെ. ഇപ്പോൾ നന്നായിട്ട് തന്നെ വെട്ടിത്തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അരി വേവാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ ഉപ്പൊന്ന് അരിയിച്ചെടുത്ത ശേഷം വീണ്ടും തിളയ്ക്കാനായിട്ട് വയ്ക്കാം. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ കുതിർത്തി വെച്ച അരി വെള്ളം കളഞ്ഞിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത ശേഷം നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. ഇനി നമുക്കൊരു 5-6 മിനിറ്റ് വേവിച്ചെടുക്കാം. അതിനുശേഷം നന്നായിട്ട് വെന്ത് വന്നിട്ടില്ല കേട്ടോ. പക്ഷെ നമ്മൾ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക, ചോപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് ക്യാരറ്റിൻ്റെ കളറൊക്കെ ഇറങ്ങിക്കോളും. നമ്മളിതിലേക്ക് പ്രത്യേകിച്ച് വേറെ കളറൊന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ കലക്കിയിട്ട് ചേർക്കാം. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് വീണ്ടും കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചോറൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മൾ ദമ്മൊന്നും ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ ഇനി ഈ അരിയും ഇത് നമ്മൾ സെർവ് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ അപ്പോൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. മാനാലി ബിരിയാണി നമുക്ക് എങ്ങനെ സെർവ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു ബൗളിലേക്ക് കുറച്ച് മല്ലിയില, നമ്മൾ നേരത്തെ വറുത്ത് വെച്ച സവോള, അണ്ടിപ്പരിപ്പ്, മുന്തിരി ചേർത്ത് കൊടുക്കാം. സൈഡിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ മറിച്ചിടുമ്പം സൈഡിലൊക്കെ കാണും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചോറ് ചേർത്ത് കൊടുക്കാം. ഈ ബൗളിൽ നിറച്ചായിട്ട് ചോറ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അരി നിറച്ചും ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് അമർത്തി കൊടുക്കാം. അപ്പോൾ ആ പാത്രത്തിൽ നന്നായിട്ട് പിടിച്ചിരുന്നോളും. ഇനി നമുക്കിത് സെർവ് ചെയ്യാനായിട്ട് സർലാസ് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് സർലാസ് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ക്യാരറ്റും സവോളയും അരിഞ്ഞു വെച്ചായിരുന്നു. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ തിരുമ്മി കൊടുക്കാം. തിരുമ്മി കൊടുക്കുകയാണെങ്കിൽ ഈ സവോളയിലെ വെള്ളമെല്ലാം ഇറങ്ങും, അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് കട്ട തൈരാട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ചെറിയ കട്ടകളുണ്ട്. കട്ട തൈര് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർക്കാൻ മറന്നു കേട്ടോ. അപ്പോൾ പച്ചമുളകും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സർലാസ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ഇവിടെ ചൂടാറി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ഗ്രേവി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. നമ്മളിനി പാത്രത്തിലേക്ക് സെർവ് ചെയ്യാൻ പോവുകയാണ്. അതിനായിട്ട് ആദ്യം നമ്മുടെ ഈ ബിരിയാണി ഇങ്ങനെ പ്ലേറ്റിലേക്ക് കമത്തി വെച്ചിട്ട് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ഷേപ്പിൽ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ബൗളിൻ്റെ ഷേപ്പിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇനി ഇതിലേക്ക് ഇതിൻ്റെ സൈഡിൽ നമുക്ക് ചിക്കൻ്റെ ഗ്രേവി വെച്ച് കൊടുക്കാം. കുറച്ച് സർലാസും കൂടി വെച്ച് കൊടുക്കാം.
ഇനി നമുക്ക് ഈ ബിരിയാണി വേറൊരു രീതിയിൽ സെർവ് ചെയ്യാം. അതിനായിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ബിരിയാണിയിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും സവോള നമ്മൾ വറുത്ത് വെച്ചതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ആദ്യം തന്നെ ആ പ്ലേറ്റിലേക്ക് നമ്മുടെ ചിക്കൻ്റെ ഗ്രേവി നടുക്കായിട്ട് വെച്ച് കൊടുക്കാം. അതിന് ശേഷം സൈഡിൽ കുറച്ച് അച്ചാറും മറ്റേ സൈഡിൽ കുറച്ച് സർലാസും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഗ്രേവിയുടെ മുകളിലേക്ക് നമ്മൾ ആ ചോറ് ഇച്ചിരി ചേർത്ത് കൊടുക്കുക, ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മാനാലി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് അടിപൊളി ടേസ്റ്റിയാണ്, എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട്